RSSന്റെ ഹിറ്റ് ലിസ്റ്റിലുള്ള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട 3 നേതാക്കന്മാരാണ് ഉള്ളത്. പാലക്കാട്ട് വന്നു നിന്നാൽ മാത്രമേ കെ മുരളീധരന് ഒരു പക്ഷേ നിയമസഭയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് വസ്തുത. എല്ലാവരും പറയും കെ മുരളീധരൻ വന്നു കഴിഞ്ഞാൽ VK പ്രശാന്തിനെ അട്ടിമറിക്കാൻ സാധിക്കുമെന്നൊക്കെ. VK പ്രശാന്ത് ഇന്നും ഒരു മേയർ ബ്രോ ആയിട്ട് തന്നെയാണ് വട്ടിയൂർക്കാവിൽ നിൽക്കുന്നത്. കെ മുരളീധരനെ ഒരു തരത്തിലും വിജയിക്കാൻ വേണ്ടിയിട്ട് RSS കേരളത്തിൽ സമ്മതിക്കത്തില്ല. ശോഭാ സുരേന്ദ്രനെതിരായിട്ടുള്ള ഒരു ഗ്രൂപ്പ് അത് പാലക്കാടുണ്ട്. സന്ദീപ് വാര്യരോട് താല്പര്യമില്ലാത്ത ഒരു വിഭാഗം കോൺഗ്രസിനകത്തുണ്ട്. കേരളത്തിൽ RSSും സംഘപരിവാറും കൃത്യമായിട്ട് ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആളുകളാണ്. നമസ്കാരം. കേരളം BJPക്ക് എന്നും ഒരു കിട്ടാക്കനിയാണ്. 2026 എത്തുമ്പോൾ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു. കേരളത്തിൽ BJPക്ക് ഉണ്ടായിരുന്ന ആകെയുള്ള ഒരു അക്കൗണ്ടും പൂട്ടിയിരിക്കുന്നു. പാലക്കാട് BJPക്ക് കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ തിരഞ്ഞെടുപ്പ് പാലക്കാട് മണ്ഡലത്തെ കേരളം ഉറ്റുനോക്കുകയാണ്. ഒരുപാട് വിവാദങ്ങളുണ്ട്. അതിനപ്പുറം സന്ദീപ് വാര്യർ പാർട്ടി മാറിയിരിക്കുന്നു. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ പാലക്കാടുണ്ട്. ഇത്തവണ പാലക്കാട് UDFൽ നിന്നും പിടിച്ചെടുക്കുമോ? BJP പിടിച്ചെടുക്കുമോ? പലപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യമാണ്, ഈ RSS ഒക്കെ വളരെ സൈലൻ്റ് ആയിട്ട് ചില ഓപ്പറേഷൻസ് നടത്തുന്നു. അതായത് അണ്ടർഗ്രൗണ്ട് ഓപ്പറേഷൻസ് എന്നൊക്കെ അതിനെ വേണമെങ്കിൽ വിളിക്കാം, അല്ലെങ്കിൽ സൈലൻറ്റ് കില്ലിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതേ രീതിയിൽ തന്നെ ഈ RSSന്റെ ഹിറ്റ് ലിസ്റ്റിലുള്ള കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട 3 നേതാക്കന്മാരാണ് ഉള്ളത്. അതിലൊന്ന് ശ്രീ കെ മുരളീധരനാണ്, മറ്റൊന്ന് സന്ദീപ് വാര്യരാണ്, മറ്റൊന്ന് VT ബൽറാമാണ്. എന്തുകൊണ്ടാണ് ഈ 3 പേരോടും RSSന് എതിർപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കെ മുരളീധരനോട് എന്തുകൊണ്ടാണ് RSS എതിർക്കുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം മാത്രമേ അതിനുള്ളൂ. നേമത്ത് BJPക്ക് ഉണ്ടായിരുന്ന ഒരു സീറ്റ്, അല്ലെങ്കിൽ അവർക്ക് നേമത്തുണ്ടായിരുന്ന ഒരു അക്കൗണ്ട്, ആ അക്കൗണ്ട് പൂട്ടിച്ചത് ശ്രീ കെ മുരളീധരൻ്റെ സാന്നിധ്യമാണ്. അത് അവർക്ക് കൃത്യമായ ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീ കെ മുരളീധരൻ കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ചാലും അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും, സർവ്വ ഒരുക്കങ്ങളും RSSന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയം ആർക്കും വേണ്ട. ഇപ്പോൾ കെ മുരളീധരൻ്റെ പേര് പ്രധാനമായിട്ടും പരിഗണിക്കുന്നത് വട്ടിയൂർക്കാവിലേക്കും അതോടൊപ്പം തന്നെ പാലക്കാട്ടേക്കും ഒക്കെയാണ്. പാലക്കാട്ട് വന്നു നിന്നാൽ മാത്രമേ കെ മുരളീധരന് ഒരു പക്ഷേ നിയമസഭയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് വസ്തുത. മറിച്ച് വട്ടിയൂർക്കാവിലെങ്ങാനും ഇദ്ദേഹം പോയി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ, തൃശ്ശൂർ എന്താണോ ലോക്സഭാ ഇലക്ഷനിൽ ശ്രീ കെ മുരളീധരൻ നേരിട്ടത്, ആ സമാനമായ രീതിയിലുള്ളൊരു പരാജയം വട്ടിയൂർക്കാവിൽ അദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വരും. എല്ലാവരും പറയും കെ മുരളീധരൻ വന്നു കഴിഞ്ഞാൽ VK പ്രശാന്തിനെ അട്ടിമറിക്കാൻ സാധിക്കുമെന്നൊക്കെ. VK പ്രശാന്ത് ഇന്നും ഒരു മേയർ ബ്രോ ആയിട്ട് തന്നെയാണ് വട്ടിയൂർക്കാവിൽ നിൽക്കുന്നത്. വട്ടിയൂർക്കാവിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളും അവിടെ വന്നിട്ടുണ്ട്. കോർപ്പറേഷൻ പരിധിയിൽ ഉൾപ്പെടുന്ന ഒരു മണ്ഡലം കൂടിയാണ് ഈ വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വലിയ രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് VK പ്രശാന്തിന് സാധിച്ചിട്ടുണ്ട്. VK പ്രശാന്ത് അവിടെ വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു MLA കൂടിയാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ശ്രീ കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ വന്നു കഴിഞ്ഞാൽ അവിടെ മത്സരം ഉണ്ടാവുക തന്നെ കഴിഞ്ഞ പ്രാവശ്യം 2021 തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. വീണ എസ് നായർ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നത് നമ്മൾ കണ്ടതാണ്. എന്ന് പറഞ്ഞതുപോലെ തന്നെയായിരിക്കും വട്ടിയൂർക്കാവിലെ ഇപ്രാവശ്യത്തെയും അവസ്ഥ എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, BJPക്ക് ആ സീറ്റ് നേടാൻ സാധിക്കില്ല എന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ, കൃത്യമായ ധാരണയുണ്ട് വട്ടിയൂർക്കാവ് അവർക്ക് നേടാൻ സാധിക്കില്ല എന്നുള്ളതിനെക്കുറിച്ച്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ BJPയുടെ വോട്ടുകൾ VK പ്രശാന്തിന് അനുകൂലമായിട്ട് പോൾ ചെയ്യപ്പെടും. കെ മുരളീധരനെ ഒരു തരത്തിലും വിജയിക്കാൻ വേണ്ടിയിട്ട് RSS കേരളത്തിൽ സമ്മതിക്കത്തില്ല. പിന്നെ കെ മുരളീധരനെ സംബന്ധിച്ചിട്ട് മുരളീധരനെ പോയി അഭയം പ്രാപിക്കാവുന്ന ഒരു മണ്ഡലം എന്ന് പറയുന്നത് പാലക്കാടാണ്. ഈ പാലക്കാട് കെ മുരളീധരൻ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പക്ഷേ ശോഭാ സുരേന്ദ്രനാണ് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ശോഭാ സുരേന്ദ്രനോട് എതിർപ്പുള്ള ആളുകൾ അവിടെ ഉണ്ടെന്നുള്ള കാര്യം അറിയാമല്ലോ. പക്ഷെ ഒരു BJP വികാരം ആളിക്കത്തിച്ച് ഒരു BJP സ്ഥാനാർത്ഥി അവിടെ വിജയിക്കുമെന്നുള്ളൊരു പ്രതീതിയൊക്കെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ശോഭാ സുരേന്ദ്രൻ വിജയിച്ച് കയറിപ്പോയേക്കാം. അതല്ലെങ്കിൽ കൃത്യവും വ്യക്തവുമായിട്ട് പറഞ്ഞുതരാം, ഈ ശോഭാ സുരേന്ദ്രനെതിരായിട്ടുള്ള ഒരു ഗ്രൂപ്പ് അത് പാലക്കാടുണ്ട്. അതല്ലെങ്കിൽ 2016 ഇലക്ഷന് ശേഷം 2021 വീണ്ടും ശോഭാ സുരേന്ദ്രനെ പാലക്കാട് തന്നെ മത്സരിപ്പിച്ചിരുന്നുവെങ്കിൽ ഷാഫി പറമ്പലിന്റെ അവസ്ഥ വളരെ പരിതാപകരമായിട്ട് മാറിയാണ്. അത് നമ്മൾ കാണാതെ പോകരുത്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ കെ മുരളീധരനെ സംബന്ധിച്ചിട്ട് കെ മുരളീധരന് ഏറ്റവും സേഫ് ആയിട്ട് ഇന്ന് കേരളത്തിലുള്ള ഒരു സീറ്റ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാലക്കാട് മാത്രമാണ്. പാലക്കാടിനപ്പുറത്തേക്ക് മറ്റൊരു സീറ്റില്ല. അതല്ലെങ്കിൽ പിന്നെ മുസ്ലിം ലീഗിൻ്റെ ഏതെങ്കിലും സീറ്റിൽ കൊണ്ടുപോയിട്ട് ഷുവർ സീറ്റിൽ കൊണ്ടുപോയിട്ട് മത്സരിപ്പിക്കേണ്ടി വരും. അതല്ലെങ്കിൽ പിന്നെ എറണാകുളം ജില്ലയിലുള്ള എറണാകുളത്തോ
അതല്ലെങ്കിൽ അങ്കമാലി പോലെയുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ ആലുവ പോലെയുള്ള സ്ഥലത്തോ ഒക്കെ ശ്രീ കെ മുരളീധരനെ മത്സരിപ്പിക്കേണ്ടി വരും. ഞാൻ ഈ പറഞ്ഞ 3 സ്ഥലങ്ങളിലുമൊക്കെ കൃത്യമായിട്ട് കോൺഗ്രസിന് MLA-മാരുണ്ട് ഇപ്പോൾ അവിടെ. അതുകൊണ്ട് തന്നെ അവരൊന്നും ഒരിക്കലും കെ മുരളീധരന് വേണ്ടിയിട്ട് മാറിക്കൊടുക്കുമെന്ന് നമുക്ക് കരുതാനും വയ്യ. അപ്പോൾ അതുകൊണ്ട് തന്നെ കെ മുരളീധരന് ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു സീറ്റ് എന്ന് പറയുന്നത് പാലക്കാടാണ്. പിന്നീട് RSS തോൽപ്പിക്കാൻ സാധ്യതയുള്ള മറ്റൊരു നേതാവാണ് സന്ദീപ് വാര്യർ എന്ന് പറയുന്നത്. സന്ദീപ് വാര്യരുടെ കാര്യം നമുക്കറിയാം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് സ്റ്റേജിലിരിക്കാൻ കസേര കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് BJP വിട്ടിട്ട് കോൺഗ്രസിലേക്ക് പോയ ആളാണ്. സന്ദീപ് വാര്യർ ഓരോ ദിവസവും BJPക്കെതിരെ ശക്തമായ ഭാഷയിലുള്ള വിമർശനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഏറ്റവും ഒടുവിൽ തന്നെ ഒരു മെമ്പർഷിപ്പിന്റെ കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് BJP ഓഫീസിൽ നിന്ന് സന്ദീപ് വാര്യരെ വിളിക്കുന്ന സമയത്ത് ആ വോയിസ് ക്ലിപ്പൊക്കെ എടുത്ത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ RSSനെ സംബന്ധിച്ചിട്ട് RSSന്റെ ഹിറ്റ് ലിസ്റ്റിലുള്ള ഒരു പ്രധാനപ്പെട്ട കക്ഷിയാണ് ഈ സന്ദീപ് വാര്യർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യരെ കൃത്യമായിട്ട് RSS ടാർഗറ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ സന്ദീപ് വാര്യരോട് താല്പര്യമില്ലാത്ത ഒരു വിഭാഗം കോൺഗ്രസിനകത്തുണ്ട്. ഒരു വിഭാഗം ആളുകൾ കോൺഗ്രസിനകത്തുണ്ട്. സന്ദീപ് വാര്യർക്കിട്ട് എങ്ങനെ പാര വയ്ക്കാം. സന്ദീപ് വാര്യരുടെ ഇപ്പോൾ കോൺഗ്രസിനകത്തുള്ളൊരു അക്സെപ്റ്റൻസ് ഉണ്ട്, പ്രവർത്തകർക്കിടയിലുള്ള അക്സെപ്റ്റൻസ്. നേതാക്കന്മാരുടെ ഇടയിലുള്ള അക്സെപ്റ്റൻസിന്റെ കാര്യമല്ല പറയുന്നത്. കോൺഗ്രസ് നേതാക്കന്മാരെ സംബന്ധിച്ചിട്ട് അവർ മറ്റുള്ളവർ കാണുക എല്ലാവരും പരസ്പരം കെട്ടിപ്പിടിക്കും. അതിനുശേഷം തൊട്ടിപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ കെട്ടിപ്പിടിച്ചവനിട്ട് എങ്ങനെ പണി കൊടുക്കാമെന്നുള്ളത് മൂന്നാമത്തോട് വിളിച്ച് സംസാരിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് കോൺഗ്രസ്സുകാർ. അപ്പോൾ അങ്ങനെയുള്ള കോൺഗ്രസ്സുകാരെ സന്ദീപ് വാര്യർക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും, ഈ സന്ദീപ് വാര്യരെ കേരളത്തിലെ ഏത് നിയമസഭാ സീറ്റിൽ പോയി മത്സരിച്ചാലും അവിടെ BJP ശക്തമായ രീതിയിൽ സന്ദീപ് വാര്യർക്ക് എതിരായിട്ട് ക്രോസ് വോട്ട് നടത്തും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അതുകൊണ്ട് സന്ദീപ് വാര്യരെ സംബന്ധിച്ച് സന്ദീപ് വാര്യർക്ക് സേഫ് ആയിട്ടുള്ളൊരു സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ, ഞാൻ ഈ കെ മുരളീധരൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പാലക്കാടല്ല എങ്കിൽ ഈ മുസ്ലിം ലീഗിൻ്റെ ഏതെങ്കിലും ഒരു സീറ്റ്, ഉറച്ച സീറ്റിൽ പോയി മത്സരിച്ചാൽ മാത്രമേ വിജയസാധ്യതയുള്ളൂ എന്നത് ഒരു വസ്തുതയാണ്. പിന്നീടുള്ളത് VT ബൽറാമാണ്. VT ബൽറാം പലപ്പോഴും സംഘപരിവാർ ശക്തികൾക്കെതിരെ സ്വീകരിച്ചിട്ടുള്ള ചില നിലപാടുകളുണ്ട്. ഈ നിലപാടുകളിൽ കനത്ത അമർഷം നേരിടുന്ന ഒരു വ്യക്തിയാണ് ശ്രീ VT ബൽറാം എന്ന് പറയുന്നത്. VT ബൽറാം തൃത്താലയിൽ എങ്ങനെയാണ് വിജയിച്ചുകൊണ്ടിരുന്നത്? അവിടെയുള്ള ചില CPM സഹയാത്രികരായിട്ടുള്ള ആളുകളുടെ വോട്ടുകൾ കൂടി നേടിക്കൊണ്ടാണ് VT ബൽറാം വിജയിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 2021 എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AKGയുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം നടത്തിയ വളരെ മോശപ്പെട്ട ഒരു പ്രസ്താവനയുണ്ട്. ആ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിലാണ് ഇടത് സഹയാത്രികരായിട്ടുള്ള മുഴുവൻ ആളുകളും ഒത്തുചേർന്നുകൊണ്ട് ഇദ്ദേഹത്തിനെ വിജയിപ്പിക്കേണ്ട, VT ബൽറാം ഇത്തവണ വീട്ടിലിരിക്കട്ടെ, MP രാജേഷ് നിയമസഭയിലേക്ക് പോകട്ടെ എന്നൊരു തീരുമാനമെടുത്തത്. MP രാജേഷ് ആദ്യം സ്പീക്കറായി മാറി, അതിനുശേഷം പിന്നീട് മന്ത്രിയാവുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. MP രാജേഷ് ഇപ്പോൾ തൃത്താലയിൽ ശക്തനൊക്കെ തന്നെയാണ്. VT ബൽറാം തന്നെ ആയിരിക്കും വീണ്ടും അവിടെ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. MP രാജേഷിന് എല്ലാ ആളുകളുടെയും, എല്ലാ വിഭാഗം ആളുകളുടെയും വോട്ട് കിട്ടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ വരുമ്പോഴും RSSനെ സംബന്ധിച്ചിട്ട് RSS ടാർഗറ്റ് ചെയ്യുന്ന മറ്റൊരു നേതാവാണ് VT ബൽറാം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ VT ബൽറാമിൻ്റെ വിജയവും അത്ര ഈസി ആയിരിക്കില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഏതൊക്കെയായാലും ഒരു കാര്യം നമുക്ക് അവസാനമായിട്ട് പറയാനുള്ളത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൽ RSSും സംഘപരിവാറും കൃത്യമായിട്ട് ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആളുകളാണ് ശ്രീ കെ മുരളീധരൻ, അതോടൊപ്പം തന്നെ ശ്രീ VT ബൽറാം, അതോടൊപ്പം തന്നെ ശ്രീ സന്ദീപ് വാര്യർ. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ ഇനി നിയമസഭ കാണുമോ അല്ലെങ്കിൽ ലോക്സഭ കാണുമോ, ഇവർക്കൊക്കെ ഇനി ഒരു ജനപ്രതിനിധിയാകാൻ വേണ്ടിയിട്ട് സാധിക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കും.